ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരു അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ ഹോട്ടലുകളിലും മറ്റും കിട്ടുന്ന അധികം ഐറ്റം ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വീട്ടിൽ പോയി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞങ്ങൾ ഇറക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് ദിവസത്തെ അവധികൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് ദിവസത്തെ അവധികൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു അടിപൊളി ഐറ്റംസ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് ഇന്നത്തെ വളരെ ഫേമസ് ഐറ്റം എന്ന് പറയുന്നത്. ചെമ്മീൻ റോസ്റ്റ് ആണ്, വളരെ അടിപൊളി ഐറ്റമാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഇതുപോലെ തന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാണ് വേണ്ടത്. ഈ ഒരു രൂപത്തിൽ ചെമ്മീൻ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ചെമ്മീനൊക്കെ നല്ലതുപോലെ തന്നെ ക്ലീൻ സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇപ്പം തക്കാളി ഉപയോഗിക്കുന്ന വെച്ചാൽ പുളി കൂടുതലുള്ളവർക്ക് തക്കാളി ഒരു 2-3 തക്കാളി ഉപയോഗിക്കാം. പുളി ഇല്ലാത്തവർക്ക് ഒറ്റ തക്കാളി ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ തന്നെ ചെറുതായിട്ട് അരച്ച് വെച്ച് സെറ്റാക്കിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള മുളകാണ് നമുക്ക് മെയിൻ ആവശ്യമായിട്ടുള്ളത്. മുളകിട്ടിട്ട് ടേസ്റ്റും എല്ലാ എരിവും കാര്യങ്ങളൊക്കെ ഇതിന് കറക്റ്റായിട്ടും കിട്ടുള്ളൂ. അപ്പം നമ്മൾ മുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ തന്നെ കുത്തി ചെറുതാക്കി അരച്ച് സെറ്റാക്കിയിട്ട് വെക്കാം. പിന്നെ നമ്മുടെ തക്കാളി നേരത്തെ പറഞ്ഞാണ്, തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. നമുക്ക് ചിലപ്പോൾ നമുക്ക് പുളിയൊക്കെ ഉപയോഗിക്കാൻ കൂടുതലുള്ളവർക്ക് തക്കാളി കൂടുതലായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പരിചയപ്പെടുത്താണ്ട് നമ്മുടെ വലിയ ഉള്ളിയാണ്. നമ്മുടെ ചെറുതായിട്ട് നൈസായിട്ട് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളി മെയിനായിട്ട് ആവശ്യമാണ്. ഓക്കെ, വലിയ ഉള്ളി അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വലിയ ഉള്ളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അവസാനത്തേക്കുള്ള മസാലകളാട്ടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഐറ്റംസ് ഒക്കെയാണ്, കുരുമുളക് പൊടി ഐറ്റംസ്, ഉപ്പ്, അങ്ങനെയുള്ള എല്ലാ കൂട്ടുള്ള മസാല കൂട്ടുള്ള ഒരു ബോർഡാണ് നമ്മൾ സെറ്റ് കിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് മെയിനായിട്ട് അങ്ങോട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്മീൻ മസാല കൂട്ടി അങ്ങ് സെറ്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു ചെമ്മീൻ മസാല കൂട്ടി അടിപൊളിയാക്കാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മുടെ ഈ ചെമ്മീൻ അങ്ങോട്ട് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആ മസാല കൂട്ടിലോട്ട് ഇങ്ങോട്ട് പോയാലോ. അപ്പം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് മുളക് പൊടി ആട്ടോ. മുളക് പൊടിയാണ്. അപ്പം മുളക് പൊടി നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. മഞ്ഞൾപ്പൊടി നമുക്ക് വേണ്ടത് വെറും 1/2 ടീസ്പൂൺ ആണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്. ഒന്നും കൂടെ പറയാം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവയാണ് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ ചെമ്മീനെ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് വേണ്ടത്. എല്ലാ ഭാഗങ്ങളിലോട്ടും മസാല ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പം നമ്മളിവിടെ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇളക്കുന്നത്. ശരിക്കും നമ്മൾ അളക്കേണ്ടത് നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ടുണ്ട് ഇളക്കി സെറ്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. കൈ ഉപയോഗിച്ചുകൊണ്ട് ഇളക്കി സെറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നല്ല ഇളക്കിയിട്ട് കാണാം. ഈ ഒരു പരുവത്തിലായിട്ട് നമ്മുടെ ചെമ്മീൻ അടിപൊളിയായിട്ട് മസാലയിൽ ഇങ്ങോട്ട് കുളിർത്ത് സെറ്റാക്കിയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ മസാല ഇങ്ങോട്ട് കിട്ടണം ചെമ്മീനിൽ. നല്ല വേറെ ലെവലായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലെവലിൽ മസാല ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ചെമ്മീനിൽ ഇങ്ങോട്ട് ഇറങ്ങണം. എന്നാലാണ്ട് ആ ഒരു അടിപൊളിയായിട്ടുള്ള ആ ചെമ്മീൻ്റെ കഴിക്കുമ്പോൾ തന്നെ വേറെ ലെവലായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ലതുപോലെ തന്നെ മസാലയിൽ ഇങ്ങോട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ചെമ്മീനിൻ്റെ പൊരിച്ചെടുത്തിട്ട് സെറ്റായിട്ട് എടുക്കേണ്ടതുണ്ട്. ഒരു 8 മിനിറ്റോളം മാത്രം നമ്മുടെ ചെമ്മീനിൻ്റെ പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് പോയാലോ. നമുക്ക് അതിലോട്ട് പോവാം. പൊരിച്ചെടുക്കണ മുന്നേ തന്നെ ഒരു 1/2 മണിക്കൂർ നേരം മസാല പിടിക്കാനായിട്ട് വെക്കണം കേട്ടോ. എന്നാലേ ഇതിലോട്ട് മസാലയൊക്കെ ഇറങ്ങി സെറ്റ് ആവുള്ളൂ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, കൈ കൊണ്ട് തന്നെ ഇളക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കണം കേട്ടോ.
കൈ കൊണ്ട് തന്നെ നിങ്ങൾ ചെമ്മീനൊക്കെ നല്ലതുപോലെ ഇളക്കാനൊക്കെ മാക്സിമം നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുകയാണ്, കൈ കൊണ്ട് തന്നെ യോജിപ്പിക്കുക, എന്നാലേ മസാല കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ ഇളക്കി സെറ്റ് ചെയ്യട്ടോ. ഇതുപോലെ തന്നെ ഇളക്കി സെറ്റ് ചെയ്യുക. അരമണിക്കൂർ നേരം ഇതൊന്ന് മസാല പിടിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലും മസാല കറക്റ്റായിട്ടുണ്ട് ഇറങ്ങി സെറ്റ് ആവണം. അപ്പൊ ഒരു അരമണിക്കൂർ നേരം ഇതിലോട്ട് മസാല ഒക്കെ ഇറക്കി സെറ്റ് ആക്കണം. അപ്പൊ അരമണിക്കൂർ നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് പൊരിച്ചെടുത്തൊന്ന് ലെവലായിക്കാണ്ടുണ്ട്. അപ്പൊ അരമണിക്കൂർ ശേഷം നമുക്ക് കാണാം. ഓക്കെ, അരമണിക്കൂർ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. സെറ്റായിട്ട് നമുക്ക് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീന് പൊരിച്ചെടുത്ത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചെമ്മീന് അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പൊ അതിനാദ്യം തന്നെ നമ്മുടെ ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഗ്യാസ് ഓൺ ആക്കിയ ശേഷം ലോ ഫ്ലെയിമിലാക്കി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, കത്തിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ച് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത്, നമ്മൾ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ചട്ടി അടിപൊളിയായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ. നമ്മളൊരു ലോ ഫ്ലെയിമിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചട്ടി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കാണാം. ഓക്കെ, നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എണ്ണ അടിപൊളിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എണ്ണ ഇങ്ങനെ ചൂടായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ പൊരിച്ചു വരുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ മസാലയിൽ പൊതിച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സെറ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. അടിപൊളിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇതുപോലെ തന്നെയാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ചെമ്മീന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇനി സെറ്റ് ചെയ്യേണ്ടത് ഇതിലെ മസാലക്കൂട്ടാണ്. ഇതിൽ വേറൊരു മസാലക്കൂട്ടും കൂടെ ഇതിലോട്ട് വരാനുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അതിലോട്ടും കൂടെ പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ ചെമ്മീൻ ഇതുപോലെ തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്മീൻ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള മസാലയിലോട്ട് പോവാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ചെമ്മീന് മാറ്റി വെക്കാം. നമ്മൾ ആ എണ്ണയിലോട്ട് ഫ്രൈമിൽ തന്നെ നമ്മുടെ ചട്ടി ഒന്ന് മാറ്റിയിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കേണ്ടത് കേട്ടോ. നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ വലിയ ഉള്ളി ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ സ്ലൈസ് ചെയ്ത് ചെറുതായിട്ട് നൈസാക്കി അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി അത് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കേട്ടോ. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം. ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇളക്കി സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാം. ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മുടെ ഈ ഒരു ഫ്രൈസ് നല്ലതുപോലെ തന്നെ ഇളക്കി സെറ്റ് ചെയ്യണം കേട്ടോ. ഗോൾഡൻ കളർ ആയിട്ട് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാം.
ഇതിലോട്ട് നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കട്ടോ. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാം. തക്കാളി നിങ്ങൾക്കറിയില്ല, പുളി ഉപയോഗിച്ചനുസരിച്ചാണ് തക്കാളി ചേർക്കേണ്ടത്. ചിലർക്ക് നല്ലതുപോലെ തന്നെ പുളി പറ്റും, ചിലർക്ക് പുളി പറ്റില്ല. അപ്പൊ നമ്മുടെ തക്കാളി നല്ലതുപോലെ തന്നെ ഇളക്കി സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ തക്കാളി നല്ലതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കുക. കുറച്ചും കൂടെ നമുക്ക് ഫ്ലേവർ ലഭിക്കാനായിട്ട് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കേണ്ട കേട്ടോ. ശേഷം നമ്മുടെ ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നാണ് ലക്ഷ്യം. ഒന്നും കൂടി നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് അടിപൊളിയാക്കി സെറ്റ് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കുക എന്നുള്ളത്. ശേഷം നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ അങ്ങോട്ട് ഇളക്കിയെടുക്കട്ടോ. ഉപ്പ് നല്ലതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ടെടുത്ത ശേഷം നല്ലതുപോലെ തന്നെ അങ്ങോട്ട് ഇളക്കിയെടുത്ത് സെറ്റ് ചെയ്യട്ടോ. ഇതുപോലെ പരുവത്തിലാക്കി കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കും. വളരെ ഫേമസ് ഐറ്റം ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ അടിപൊളി ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് തന്നെ പറയട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫുഹാദ്സ് വേൾഡ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ഗീവയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നതിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗുഡ് ബൈ പറയും.